morning, dear students. Welcome back to today's computer class. Today, we are going to continue our chapter GUI operating system. In the previous class, we learned about icons. Today, we are moving to our next topic. Dear students, our next topic is sorting desktop icons. Children, we already studied about what is icons. We know icons are small pictures on the desktop. ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സാണ് ഐക്കൺസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എന്ത് കാര്യവും ഷോർട്ട് വേയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐക്കൺസ് യൂസ് ചെയ്യും. ഫോർ സെലക്ട് ആൻ ഐക്കൺ, മൂവ് ദി മൗസ് പോയിന്റർ ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദി ഐക്കൺ ഫോർ സെലക്ടിങ്. Icon will be highlighted. For open an icon, move the mouse pointer and double click on the icon. After double clicking, the selected icon opened. ഒരു ഐക്കൺ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ ഐക്കണിൽ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യു ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദി ഐക്കൺ. ദെൻ അവർ ടോപ്പിക് ഈസ് സോർട്ടിംഗ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ്. സോർട്ടിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സോർട്ടിംഗ്? നമ്മൾ എന്ത് കാര്യവും അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സോർട്ടിംഗ് ദി ഐക്കൺ? Sorting icons means arranging the icons on the desktop. ഡെസ്ക്ടോപ്പിലെ ഐക്കൺസിനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് സോർട്ടിംഗ് ഐക്കൺസ് എന്ന് പറയുന്നത്. Then how we can sort the icons on the desktop? For sorting icons, you just right click on the blank area of the desktop. See, this pop-up menu appears. In this pop-up menu, the second option is Sort By. Click on the Sort By option. There are 4 different options there. Name, size, item type and date modified. ഡെസ്ക്ടോപ്പ് ഐക്കൺ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുന്ന പോപ്പപ്പ് മെനുവിൽ സോർട്ട് ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 ഓപ്ഷൻസ് ഡിസ്പ്ലേ ആകും. നെയിം, സൈസ്, ഐറ്റം ടൈപ്പ് ആൻഡ് ഡേറ്റ് മോഡിഫൈഡ്. നെയിം ഓപ്ഷൻ മീൻ ചെയ്യുന്നത് നെയിം വെച്ചിട്ട് സോർട്ട് ചെയ്യുക എന്നാണ്. നിങ്ങളുടെ ക്ലാസ് ലിസ്റ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റോൾ നമ്പേഴ്സൊക്കെ ആൽഫബറ്റിക് ഓർഡറിലല്ലേ സോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഐക്കൺസ് എല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ടാകും യൂസിങ് ദി നെയിം ഓപ്ഷൻ. ഇനി സൈസ്. ഇഫ് യു ക്ലിക്ക് ഓൺ ദി സൈസ് ഓപ്ഷൻ, ദി ഡെസ്ക്ടോപ്പ് ഐക്കൺസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ഐറ്റം ടൈപ്പ്. നിങ്ങൾക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓരോ ഫയൽസും ഓരോ ടൈപ്പാണ്. വേർഡ് ഫയലുണ്ടാവും, പെയിൻറ്റ് ഫയലുണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. അതുപോലെ ഒരേപോലെയുള്ള ഫയൽസിനെ അടുത്തടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനാണ് ഐറ്റം ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് ഡേറ്റ് മോഡിഫൈഡ്. ഡേറ്റ് മോഡിഫൈഡ് മീൻസ് നമ്മൾ ഓരോ ഫയലും ചെയ്യുന്നത് ഓരോ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സോർട്ടിംഗ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ്. That sorting means arranging the icons on the desktop. For sorting, right click on the desktop and click on the sort by option. Next topic is hiding desktop icons. What do you mean by hiding? ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒളിപ്പിച്ച് വയ്ക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെല്ലാം ഡെസ്ക്ടോപ്പ് ഐക്കൺസ് കാണാൻ പറ്റും. ഈ ഐക്കൺസ് കാണാൻ പറ്റാത്ത രീതിയിൽ ഒളിപ്പിച്ച് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വിൻഡോസ് 7-ലുണ്ട്. ലെറ്റ് us see how we can hide an icon in the desktop. For hiding an icon, you just right click an icon. Here view option is there. Like this view option.
In that view option, the second last one is show desktop icon. ആ ഷോ ഡെസ്ക്ടോപ്പ് ഐക്കണിൻ്റെ സൈഡിലായിട്ട് ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. യു ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ടിക്ക് മാർക്ക്. സി ഐക്കൺസ് ബിക്കം ഇൻവിസിബിൾ. നിങ്ങൾക്കത് വീണ്ടും കാണണമെങ്കിൽ സെയിം വ്യൂ ഓപ്ഷൻ എടുക്കുക. ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഐക്കൺസ് വിസിബിൾ ആകും. ഫോർ ഹൈഡിംഗ് ഐക്കൺ, just click on the view option and check the show desktop icon. The icons become invisible. Only these two things we studied today: sorting desktop icon and hiding desktop icons. All of you take your textbook, page number 22 and 23, read 3 times and study well. One question answer also there. The question is, what is sorting? Answer: sorting the icons means arranging the icons on the desktop. Write the question and answer in the notebook and study well. Thank you.